ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് അമേരിക്കൻ അപ്പീൽ കോടതി. അടിയന്തര സാമ്പത്തിക സാഹചര്യത്തിലാണ് താരിഫുകൾ പ്രഖ്യാപിച്ചതെന്ന ട്രംപിന്റെ വാദം കോടതി തള്ളി. അതേസമയം കോടതി നിരീക്ഷണത്തിനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഇപ്പോഴും ഈ കോടതിയുടെ ഒരു പരാമർശം വരുന്നു. അതിനുശേഷം ട്രൂത്ത് സോഷ്യലിലൂടെയാണ് നമ്മൾ ട്രംപിന്റെ ഒരു നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. പറയുന്നത് വ്യാപാര കമ്മിയുണ്ട്, മറ്റു രാജ്യങ്ങൾ നീതിയുക്തമല്ലാത്ത രീതിയിലുള്ള തീരുവ അമേരിക്കയോട് ചുമത്തുന്നു, അത് ശത്രുവായാലും കൊള്ളാം മിത്രമായാലും കൊള്ളാം എന്ന പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ട്രംപിന്റെ മനോഭാവത്തിൽ ഇന്ത്യ ഇപ്പോഴും ഒരു ഫ്രണ്ട് സർക്കിളിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളാണ് എന്നൊരു സൂചന കൂടി അത് നൽകുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റീജിത്ത്, ഇന്ത്യയുമായിട്ടുള്ള 50% തീരുവ അത് ഇവിടെ ആയാലും അമേരിക്കയിലായാലും വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകളിലൂടെ അത് പരിഹരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ട്രംപ് ഭരണകൂടത്തിൽ നിന്നുള്ള ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പ്രതീക്ഷയുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്നാണ് ഇന്ന് വാഷിംഗ്ടൺ DC-യിലെ US അപ്പീൽ കോടതി വിധിച്ചിരിക്കുന്നത്. അതേസമയം ട്രംപ് ഭരണകൂടത്തിന് US സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുവാൻ ഒരു അവസരം നൽകുന്നതിനായി ഈ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒക്ടോബർ 14 വരെ ഇപ്പോഴുള്ള താരിഫുകൾ നിലനിൽക്കുവാൻ കോടതി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ട്രംപിന്റെ താരിഫുകൾക്കെതിരായിട്ട് ഇന്ന് കോടതിയിൽ 7 പേരാണ് എതിരായിട്ടും അതുപോലെ 4 പേരായിട്ടാണ് അനുകൂലിച്ചും വോട്ട് ചെയ്തത്. അമേരിക്കയുടെ വിദേശ നയങ്ങളൊക്കെ പൊളിച്ചെഴുതുന്ന ഒരു നയമായിരുന്നു. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയിൽ എത്തുന്ന വിദേശ ഉൽപ്പന്നങ്ങൾക്ക്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്തിയത്. ഇതേസമയം ട്രംപിന്റെ പ്രതികരണം വളരെ പക്ഷപാതപരമായ തീരുമാനമെന്നാണ് കോടതി വിധിയോട് ട്രംപ് പ്രതികരിച്ചത്. ഈ താരിഫുകൾ എപ്പോഴെങ്കിലും ഇല്ലാതായാൽ അത് അമേരിക്കയെ ഒരു വലിയ ദുരന്തത്തിലേക്ക് കൊണ്ട് ചാടിക്കുമെന്ന് ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ സഹായത്തോടെ ഈ താരിഫുകൾ നിലനിർത്തുമെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപ് ഏപ്രിലിൽ ഏർപ്പെടുത്തിയ താരിഫുകൾക്കും അതുപോലെ ചൈന, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ ഏർപ്പെടുത്തിയ താരിഫുകൾക്കുമെതിരെയാണ് ഇപ്പോൾ വാഷിംഗ്ടൺ DC-യിലെ ഈ അപ്പീൽ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ക്രിസ്റ്റീന, റീജിത്ത്. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.